ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ബഷീറാണ്, റിച്ചസ് കിച്ചണിൽ നിന്ന്. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ, വർത്താനങ്ങൾ? എല്ലാവർക്കും സ്വന്തം തന്നെ. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ അറിയോ? നല്ലൊരു അടിപൊളി മറ്റേ സോസേജ് ഉണ്ടാക്കാൻ പോവുകയാണ്. ലുബ്നാനി ഡിഷ് അത്. ആ സോസേജ് റെഡിയാക്കി ഇതിന് നമുക്കൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. മഷ്റൂം ഉണ്ട്, ടൊമാറ്റോ, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, പൊട്ടോട്ടോ, കടല, ഉള്ളി, ഗരം മസാല, കച്ചപ്പ്, മസാലപ്പൊടികളുണ്ട്. ഇതാ മല്ലിപ്പൊടി ഉണ്ട്, മഞ്ഞപ്പൊടി ഉണ്ട്, മിക്സ് മസാല ഉണ്ട്, മുളക് പൊടി ഉണ്ട്. ഇത് നല്ലൊരു വെറൈറ്റി, എന്നാൽ നല്ല ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളി ഡിഷാണ് ഇത് യൂട്യൂബിൽ ഇങ്ങനെ വിലങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനൊന്ന് ആദ്യമായിട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ കടായി അടുപ്പത്ത് വെച്ച് കടായിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച് ഗരം മസാലപ്പൊടി, ജീരകവും, ഏലം, പട്ട, ഗ്രാമ്പു അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്ത് വെച്ചാൽ ഉള്ളിട്ട് കൊടുക്കാം. പ്യാജ് ഉള്ളിട്ടെടുത്ത് ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഉള്ളി ഒന്ന് നമുക്ക് നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം. നല്ലോണം വാട്ടി ഇങ്ങോട്ട് എടുക്കാം. നമുക്ക് അടിപൊളിയായിട്ട് നല്ല ഗോൾഡൻ കളറിൽ വാട്ടി ഇങ്ങോട്ട് എടുത്തിട്ട് ബാക്കി മസാലകളൊക്കെ ചേർക്കാം. ആ ഉള്ളി വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്ത് വെച്ച് നമ്മൾ ഈ സോസേജ് ഉണ്ടല്ലോ ഇതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളത്തേക്കും ഇപ്പം നമ്മളെ സോസേജ് ഇതാ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നൈസാക്കിയിട്ട്. ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലിട്ട് കൊടുത്തിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. ഇത് പൊരിച്ചുണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ചിലവരൊക്കെ പൊരിക്കാൻ ഉണ്ടാക്കുന്നവരുണ്ട്, പക്ഷെ പൊരിച്ചുണ്ടാക്കിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് പൊരിഞ്ഞ് വരട്ടാ. നമ്മളെ സോസേജ് ഇതാ കണ്ടോ, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആയാൽ മതി. ബാക്കി നമ്മളെ മസാലയൊക്കെ ഇടുന്ന് വെന്തോളൂ. ഒരു കൊന്ന ഭാഗം ഫ്രൈ ആണുണ്ട് കേട്ടോ, ഫ്രൈ ആക്കിയിട്ടില്ല. ഇത്ര ഫ്രൈ ആക്കിയിട്ടും. ഇനി അറബിയിൽ പറയുന്ന പേര് നെക്കാനക്ക് എന്നാണ്. നമ്മൾ മലയാളികളും എല്ലാവരും പറയുന്നത് സോസേജ് എന്നാണ്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് വേറൊരു സ്റ്റൈനറിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ എണ്ണയിൽ കിടന്ന് ഇത്രയും ഫ്രൈ ആയാൽ മതി. ഇനി ബാക്കി മസാലയിലിടാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മളെ ഉള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ഫ്രൈ ആക്കി ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യുക, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് അത് ആഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അത് 2 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഇതിലേക്ക് എണ്ണയിലേക്ക് നമ്മളെ ഉള്ളിയിലേക്ക് ആഡ് ചെയ്ത് ഇനി ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി കൊണ്ട് എടുക്കുക. അതിൻ്റെ പച്ച മണം മാറി കിട്ടുന്ന വരെ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി കൊണ്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളി ആഡ് ചെയ്തു. തക്കാളി ലേശം വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. ഇനി അപ്പോൾ തക്കാളിയും കൂടി നമുക്ക് ഇതിൻ്റെ കൂടുതലിട്ടിട്ടൊന്ന് കുക്കായി വരട്ടെ. അതിന് ശേഷം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളെ തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ച മല്ലിപ്പൊടി, മുളക് പൊടി, സോസേജ് മസാലപ്പൊടി, മഞ്ഞപ്പൊടി എല്ലാ പൊടികളും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം നമുക്ക് ഇതിൽ കിടന്നിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി ഇങ്ങോട്ട് എടുക്കുക. ആ മസാലേൻ്റെ പച്ച മണമൊക്കെ മാറി നല്ലൊരു സൂപ്പർ മണം വരും. അതുവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ചെറിയ തീയിലിട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്ത് കറി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ കിട്ടുകയാണെങ്കിൽ പച്ചവെള്ളം ഒഴിക്കുന്ന നേരം ഒഴിച്ച് കൊടുക്കരുത്. ഇങ്ങനെ ഫ്രൈ ആക്കി ഉണ്ടാക്കുന്ന ഡിഷിൽ. ഇപ്പോൾ കണ്ടോ മസാല ഫ്രൈ ആയി വന്നിട്ട് എണ്ണ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഞാനിതാ കെറ്റലിൽ ചുടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കെറ്റലിൽ ചൂടാക്കി വെച്ച വെള്ളമാണ്. അതിൻ്റെ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒന്ന് അടി പിടിക്കാതിരിക്കാൻ. ഇനി ഒരു 10 മിനിറ്റ് വരെ അതൊന്ന് ചെറിയ തീ കിടന്നിട്ട് ഇങ്ങനെ കുക്കായി വരട്ടെ. ഇപ്പോൾ കണ്ടോ, അതാ വെള്ളമൊക്കെ ഒഴിച്ച്
ഒരു 10 മിനിറ്റ് കുക്കാക്കി നമ്മൾ എണ്ണൊക്കെ മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെടുത്ത് വെച്ച നിലക്കടല, ഇത് ഓപ്ഷനില്ല കേട്ടോ, ഉള്ളതിലിട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു ഒരു ടേബിൾ സ്പൂണ് സോസ് റൊമാൻ, അതായത് നമ്മളെ റൊമാനില്ലേ അതിൻ്റെ സോസാണ് അത്. നമ്മളെ മഷ്റൂം, നമ്മളെ നാട്ടിൽ ഇങ്ങനെ കൂന് എന്ന് പറയും, നമ്മളെ മഷ്റൂം അതും ആഡ് ചെയ്ത് ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മളെ മസാല പൊട്ടോട്ടോ മഷ്റൂം കടലൊക്കെ ആഡ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തതിന് ശേഷം റെഡിയായി വരുന്നുണ്ട്. ഇനി കുക്കാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മൾ പൊരിച്ച് വെച്ച സോസേജ് അഥവാ നക്കാനക്ക് നമുക്ക് മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇപ്പോഴാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 1/4 മണിക്കൂറോട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഇതിൽ നല്ലോണം ഒന്ന് മിക്സാക്കുക. ഈ മസാലയിൽ എല്ലാ സ്ഥലത്തും ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ട് നല്ലോണം അടിപൊളിയാക്കി മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 1/4 മണിക്കൂർ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓവർ ഗ്രേവി വേണ്ടാത്ത ഒരു ഡിഷാണ് കേട്ടോ അത്. അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറന്നു നിർത്തിട്ടോ. ഇപ്പം നമ്മുടെ സോസേജ് മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ഡിഷാണ്. കുബൂസിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ഡിഷാണ്. കണ്ടോ, അതാ നല്ല ഓവർ ഗ്രേവി ഇല്ലാതെ തിക്ക് മസാലയിലുള്ള സോസേജ് മഷ്റൂം മസാല. മഷ്റൂം ഒക്കെ കണ്ടതാ നല്ല എടുത്ത് ഇങ്ങനെ ഇതൊക്കെ നല്ല അടിപൊളി ഡിഷാണ് അത്. അപ്പോൾ സോസേജൊക്കെ കിട്ടുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാണ്ടി, ഉണ്ടാക്കിയിട്ട് നല്ല നല്ല രസമുള്ളതാണ്. ഉണ്ടാക്കി വെക്കാണ്ടി, ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ഡിഷാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു വരുന്നത്. കമൻറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം കേട്ടോ വീഡിയോ കണ്ടുകാനി. അപ്പോൾ റിച്ചസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു, ഗുഡ് ബൈ, ശുഭനിദ്ര, ശുഭരാത്രി. ഓക്കെ.